ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്, ലാൻഡ് ഫിൽസിലേക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് പ്രോഡക്ട്സുകൾ നമ്മൾ വേസ്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അതിന് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുണ്ടോ എന്ന് 10 പ്രാവശ്യം ചിന്തിച്ച് മാത്രം അത് വാങ്ങിക്കുക. അല്ലെങ്കിൽ അത് ഒരു ഇമോഷനായിരിക്കും നിങ്ങൾ വാങ്ങുന്ന സാധനം. ആ ഇമോഷനെ അതികടന്ന് അത് വേണ്ട എന്ന് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി വീട്ടിലുള്ള സാധനങ്ങൾ കഴിയുന്നതും റീയൂസ് ചെയ്യാൻ ശ്രമിക്കണം. പെട്ടെന്ന് അതെടുത്ത് വേസ്റ്റായിട്ട് തള്ളിക്കളയാതെ അതിനുപയോഗിക്കാൻ എന്തെങ്കിലും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുമോ, അതല്ല ആർക്കാണ് ആവശ്യം എന്ന് വെച്ചാൽ അവരോട് അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറയണം. തീർച്ചയായിട്ടും അത് വേസ്റ്റിലേക്ക് കളയരുത്. നമ്മൾ വാങ്ങുന്ന കൺസംഷൻ റെഡ്യൂസ് ചെയ്യാൻ നോക്കണം. പലതിൻ്റെയും കൺസംഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ നോക്കണം. അനാവശ്യമായ ലാമിനേറ്റഡ് പൗച്ചസിൽ വരുന്ന പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ നമ്മളധികം വാങ്ങിക്കില്ല. കാരണം ആവശ്യമുണ്ടോ എന്ന് 10 പ്രാവശ്യം ചിന്തിച്ച് വേണം നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കണം. പക്ഷേ അത് റെഡ്യൂസ് ചെയ്യാൻ നോക്കുക, കൺസംഷൻ. ഇനി ഒരു സാധനം നമ്മളടുത്തുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പക്ഷേ അത് വേറെ ഏതെങ്കിലും രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിച്ചിട്ട് വേണം അതിനെ ഡിസ്കാർഡ് ചെയ്യാൻ. അത് നമുക്ക് വേറൊരു ഇതിന് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഒരു ഉപകരണം ഒന്നിന് വേണമെങ്കിൽ മറ്റൊന്നിനത് ഉപയോഗിക്കാൻ കഴിയും. അത് വന്നിട്ട് നമ്മളത് ശ്രമിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും നല്ലത്. പിന്നെ റീസൈക്ലിംഗ് ഉള്ള പ്രോഡക്റ്റ് അത് റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുക, സ്റ്റീൽ ഉപയോഗിക്കുക. അതാകുമ്പോൾ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. റീസൈക്കിൾ ചെയ്യേണ്ട സാധനങ്ങൾ അത് ബയോഡിഗ്രേഡബിൾ അങ്ങനെയുള്ള സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് ഓക്കെയാണ്. പക്ഷേ കഴിയുന്നതും ഗ്ലാസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കുക ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക്. ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കുറച്ചെങ്കിലും പ്രകൃതിയോട് സ്നേഹമുണ്ട് എന്ന് പ്രകൃതിക്ക് മനസ്സിലായാൽ തീർച്ചയായും ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടാൻ നമ്മളെ സഹായിക്കും. അതിനോട് നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ ചിന്താഗതിയിൽ വേണം വളരാൻ.